ഹായ്. ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതും ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ഫാറ്റ് ലോസിന് വേണ്ടി കാർഡിയോ ചെയ്യണോ അതോ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണോ എന്നുള്ളത്. കുറച്ചാൾ മുന്നേ വരെ നമ്മുടെ ജിമ്മിൽ ആൾക്കാർ വരുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കാർഡിയോ ചെയ്താൽ മതി, കാർഡിയോ ചെയ്താൽ നല്ല വെയിറ്റ് കുറയുമെന്നാണ്. എന്നാൽ റീസെൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് കാർഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയും അത് വീഡിയോ കണ്ടിട്ടുണ്ട്, കാർഡിയോ ചെയ്താൽ മസിൽ ലോസ് ഉണ്ടാവും, അതുകൊണ്ട് സ്ട്രെങ്ത് മതി എന്നുള്ളത്. ശരിക്കും എന്താണ് ഇതിലെ ഫാക്ട്? നമുക്ക് നോക്കിയാലോ. കാർഡിയോ ട്രെയിനിങ്, ഓവറായിട്ട് കാർഡിയോ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ മസിൽ ലോസ്. സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിലോ അതും ഇതുപോലെ തന്നെ, നമുക്ക് ഓവറായിട്ട് ചെയ്താൽ മസിൽ ലോസ് ഉണ്ടാവും. ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതിലേത് ചൂസ് ചെയ്യണമെന്ന്. രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. സ്ട്രെങ്ത് ആയാലും കാർഡിയോ ആയാലും രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒരു ട്രെയിനറുടെ ഗൈഡൻസോടെ ഇനി മുതൽ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഫാറ്റ് ലോസ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റും, നിങ്ങൾ വെയിറ്റ് ഗെയിനിങ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു കാലറി സർപ്ലസ് ഡയറ്റും ഫോളോ ചെയ്യും. കാർഡിയോ ചെയ്താൽ കൂടുതൽ കാലറീസ് ബേൺ ആവും. സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിലോ നിങ്ങളുടെ മസിൽസ് പ്രിസർവ് ആവും, മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, ബോൺ ഡെൻസിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ബെറ്റർ ഷേപ്പും കിട്ടും. ബെസ്റ്റ് ഫോർമുല എന്നുള്ളത് സ്ട്രെങ്ത് ട്രെയിനിങ്, കുറച്ച് കാർഡിയോ, ബെറ്റർ ന്യൂട്രീഷൻ, ഗുഡ് സ്ലീപ്പ്. ഇപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി വിചാരിക്കണം. ഇതുപോലുള്ള ഫാക്റ്റുകൾ അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.